പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യേക വിഷയം പറയാനാണ് ഞാൻ ഇപ്പോൾ വോയിസ് മെസ്സേജ് ഇടുന്നത്. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടി. ഈ ക്ലാരിറ്റി കിട്ടിയ കാര്യം അതൊന്ന് പറയാൻ താല്പര്യപ്പെടുക. ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു കാര്യവുമായിട്ടും തെറ്റായി പഠിപ്പിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന സബ്ജക്റ്റ്. ഞാനത് ഞങ്ങളുടെ ഉപദേഷ്ടാവായ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് അല്പം പഠിക്കാനിടയായി. ആ ഒരു പഠനവും ഇന്നത്തെ ഈ പാസ്റ്റർമാരുടെ ടീച്ചിങ്ങും തമ്മിൽ അങ്ങോട്ട് യോജിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വിഷയം തന്നെ പൊങ്ങത്തോ എവിടെയെങ്കിലും ഒരു ക്ലാസ് ആയിട്ട് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചില പാസ്റ്റർമാർക്ക് ആർക്കും അത് വ്യക്തമായ ഒരു രൂപരേഖയില്ല. പല സീനിയർ പാസ്റ്റർമാരും അത് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് നീതീകരണത്തെക്കുറിച്ച് വാനോളം പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് ശബ്ദിച്ചൊക്കെ എടുത്ത് പ്രസംഗിക്കുന്നുണ്ട്. എന്താണ് നീതീകരണമെന്ന് അങ്ങോട്ട് ആർക്കും പിടികിട്ടുന്നില്ല. ഇത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. ഈ ഒന്നാമത് ഈ തിരുവചന സത്യങ്ങളെന്ന് പറഞ്ഞാൽ മിസ്റ്ററികളാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ മർമ്മമാണ്. ആ വിഷയങ്ങൾ ഏതാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ അത് ഗ്രഹിപ്പിച്ചാലേ നമുക്കത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ആത്മസഹായം വേണം. പരിശുദ്ധാത്മാവിൽ അത് കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരിന്നില്ലല്ലോ. വെറും ജഡത്തിൽ കിടന്നുള്ള കളിയല്ലേ. അപ്പം അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തെ കീഴിലോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് നാവും അടഞ്ഞ സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. സർവ്വ മനുഷ്യൻ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും എൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇപ്പം ന്യായപ്രമാണത്തിലൂടെ നീതീകരണം ഇല്ലെന്ന് പൗലോസ് തെളിയിക്കുക. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പാപം ഉണ്ടെന്നും പാപത്തിന് ശിക്ഷയുണ്ടെന്നും ന്യായപ്രമാണം പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. നമുക്കറിയാം, മൊസൈക്ക് ലോ ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ തെറ്റാണെന്ന് ആരാ പഠിപ്പിച്ചത്? സർവശക്തനായ ദൈവമാണ്. ഏത് നിയമത്തിലൂടെ? മൊസൈക്ക് ലോയിലൂടെ, മോശയുടെ പ്രമാണത്തിലൂടെയാണ് തെറ്റെന്ന് ലോകം തിരിച്ചറിയുന്നത്, മനുഷ്യൻ തിരിച്ചറിയുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ലോ കോളേജിൽ, അതായത് ലോ കോളേജല്ല, LLBക്ക് പഠിക്കുന്ന നിയമ വിദ്യാർത്ഥികൾ മൊസൈക്ക് ലോ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി. കാരണം മോശയുടെ പ്രമാണത്തിലാണ് ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ, ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ എന്ന് ആ പ്രമാണം പഠിപ്പിച്ചത്. അപ്പം അതുവരെ ഈ ലോകത്തിന് തെറ്റ് ശരി എന്താണെന്ന് അറിയത്തില്ല. ഇല്ലാത്തത് കുരുത്തക്കേട് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുക. അത് തെറ്റാണെന്ന് പറയാൻ ആർക്കും പറയും. പക്ഷെ വേദോസ്തം നോക്കിയപ്പോൾ മനസ്സിലായി, അത് ശരി, ഇന്ന തെറ്റ് ചെയ്താൽ ഇന്ന ശിക്ഷ, ഇന്നത് തെറ്റാണ്, ഇന്നത് തെറ്റാണ്. മൊസൈക്ക് ലോയിലാണ് അതുള്ളത്. അതുകൊണ്ടാണ് ഈ LLB വിദ്യാർത്ഥികൾ അത് പഠിക്കുന്നത്. വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ പഠിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം മൊസൈക്ക് ലോയിൽ നിന്ന് ഊരിത്തിരിഞ്ഞ് വന്ന ലോയാണ് റോമൻ ലോ. റോമൻ ലോയിൽ നിന്ന് ഊരിത്തിരിഞ്ഞ് വരുന്ന നിയമമാണ് ഇന്ന് കാണുന്ന കോടതികളിലും പോലീസ് സ്റ്റേഷനിലും നിയമാവലികളൊക്കെ പഠിപ്പിക്കുന്നത്. ഇത് പഴയ പിതാക്കന്മാരായ ദേവദാസന്മാരുടെ പഠനമാണ് കേട്ടോ. ഇന്നത്തെ ഈ പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല. അവർക്ക് ചുമ്മാ ഇട്ട് ഊതിയിടാനും ഉന്തിയിടാനും, ഒന്ന് ഊതുമ്പോൾ 4 കരണം അറിയുന്നവനൊക്കെ എന്നാ പഠിപ്പിക്കാനാ? ഒന്നും അറിയത്തില്ല, ഒരു വക അറിയത്തില്ല. ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കുക. ഇടയ്ക്ക് നമ്മുടെ സേവറിച്ചാൻ പറഞ്ഞു, ഇന്നലത്തെ ദിവസം ഒരു മീറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. 27 എന്ത് മീറ്റിംഗ്? ഒരാളെന്നിട്ട് നിർബന്ധിക്കുക. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഒരു ചുക്കുമില്ലെന്ന്. അവിടെ പാർട്ട് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുക. അതാണ് വിശ്വാസികളുടെ രീതി. പാസ്റ്റ് ചുമ്മാ എന്തേലും ഒരു പൊട്ടത്തരം പറയുമ്പോൾ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കുക. ആ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടോ, ഗ്രഹിക്കാനുണ്ടോ, വിഷയങ്ങളുണ്ടോ എന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ള വിശ്വാസികളെ കൊണ്ട് ഇന്നത്തെ ബന്ധക്കോസുകളും നിറഞ്ഞു കിടക്കുക. ഞാനിങ്ങനെയുള്ളവരൊന്നും കാക്കാശിന് വില കൊടുക്കാറില്ല. കാരണം ഈ വസ്തുനിഷ്ഠമായ തിരുവചന സത്യങ്ങളെ പഠിപ്പിക്കാത്തവർ വിശ്വാസികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല.
ഇവിടെ നീതീകരണത്തിലേക്ക് വരിക. ഇവിടെ പൗലോസ് പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. അപ്പം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരണം. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റവാളിയായ ഒരു വ്യക്തിയെ കോടതിയിൽ നിൽക്കുക, അവനെ ശിക്ഷയ്ക്ക് വിധിച്ച് മരണത്തിന് കൽപ്പിക്കാൻ വേണ്ടി, മരണവിധിക്ക് വേണ്ടി ശിക്ഷ കൽപ്പിച്ച് അവനെ നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലോകത്തിലെ ഓരോ മനുഷ്യരും. നിത്യമായ നരകത്തിൽ തള്ളിക്കളയത്തക്ക നിലയിൽ ആദാമ്യ പാപം നിമിത്തം എല്ലാ മനുഷ്യരും പാപികൾ മുഴുവൻ നരകത്തിൽ പോകും. അങ്ങനെയാണ് ഇരിക്കുന്നത്. ആ സിസ്റ്റത്തെ കർത്താവ് ഒന്ന് ആ സിസ്റ്റം മാറ്റുക. കർത്താവിൽ വിശ്വസിക്കുന്നവനെ അവൻ ചെയ്ത തെറ്റുകളും പാപങ്ങളും മോചിക്കപ്പെടുന്നു. അവനെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു, അവനെ നീതീകരിക്കുന്നു, അവൻ നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്നു. അവൻ ചെയ്ത തെറ്റ് മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ മേൽ പിതാവ് ചുമത്തി. സർവ്വലോകത്തിൻ്റെ പാപത്തെ സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. അതാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഏറ്റവും വലിയ സത്യം. അതിന്ന് മനസ്സിലാക്കിയിട്ടില്ല പലരും. സർവ്വലോകത്തിൽ 196 രാഷ്ട്രം, ഇനി 500 രാജ്യങ്ങളുണ്ടെങ്കിലും ഈ 500 രാജ്യങ്ങളിലെ മനുഷ്യരുടെ പാപത്തെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ യേശുക്രിസ്തു എൻ്റെയും പാപത്തിന് വേണ്ടിയാണെന്ന് ഏതൊരു മനുഷ്യൻ, ഏത് ജാതിക്കാരനും ഏത് ഗോത്രക്കാരനും ഏത് ഭാഷക്കാരനും ഏത് വംശക്കാരനും വിശ്വസിക്കുന്നുവോ അവനെ പിതാവ് നീതീകരിക്കുന്നു, കുറ്റമില്ലാത്തവൻ എന്ന് പ്രഖ്യാപിക്കുന്നു. ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. അത് ഈ റോമലേഖനം ഇതാ പഠിപ്പിക്കുന്നത്. ഈ 19 മുതലുള്ള ഭാഗ്യമാണ്. എൻ്റെ ആയുസിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഞങ്ങളുടെ ദൈവവചനം പഠിപ്പിച്ച 94-കാരനായ പാസ്റ്ററിൽ നിന്നാണ് കേൾക്കുന്നത്. ഇപ്പോഴും ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസമുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ന്യായപ്രമാണം അതിന് ന്യായപ്രമാണത്തിലില്ല നീതീകരണം. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തല്ല. ന്യായപ്രമാണത്തിൽ ക്രിസ്തു ഇല്ല, നിഴലായിട്ട് കിടക്കുക. ക്രിസ്തു വരുന്നത് ന്യായപ്രമാണം കഴിഞ്ഞ്, ന്യായപ്രമാണ യുഗം കഴിഞ്ഞ് കൃപായുഗത്തിലേക്ക് ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം. യോഹന്നാൻ സ്നാപകൻ വഴികാട്ടിയായിട്ട് വന്നു. പിന്നെ ആ യേശുക്രിസ്തു വരുന്നത്. അതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും മോശ വരെ, അല്ല യോഹന്നാൻ സ്നാപകൻ വരെ എന്ന് പഠിപ്പിക്കുന്നത് മത്തായിയിൽ 16. ന്യായപ്രമാണം പ്രവാചകന്മാരും മോശയുടെ കാലം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇല്ല, അത് തീർന്നു. പിന്നെ ഏത് പ്രമാണം? തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഗലാത്യർ 6:2. മറ്റേ ഞാൻ വാക്യം ഞാൻ എടുത്തു തരാം. എനിക്കറിയാവുന്ന വാക്യം, ഇപ്പം കാണാതെ അറിയാൻ പറ്റുന്നില്ല, മറന്നുപോയി. അപ്പം ഇതൊക്കെ ഘനമായ വിഷയങ്ങളാണ്. സ്ത്രീയുടെ സന്തതി വരുന്നവരെ ന്യായപ്രമാണം കൊടുത്തു. സ്ത്രീയുടെ സന്തതി വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തു വിശ്വസിക്കുന്നവനെ ദൈവം നീതീകരിക്കുന്നു. ആ നീതീകരിക്കുന്നവന് ഉള്ള പ്രമാണം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. പൗലോസ് പറയുന്നത് ഗലാത്യർ 6:2. ഇതൊന്നും പാസ്റ്റർമാരുടെ കണ്ണിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാനിത് എടുത്ത് വ്യക്തമായിട്ട് പറയുന്നത്. ഇത് ഞാൻ പലർക്കും ഇട്ടുകൊടുക്കാൻ പോയി, ഈ ക്ലിപ്പ് തന്നെ. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് കേട്ടോണേ. അതിന് ന്യായപ്രമാണം പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എന്താ? യേശുക്രിസ്തു വിശ്വസിക്കുന്നവനെ ദൈവം നീതീകരിക്കുന്നു എന്നുള്ളതിന് ന്യായപ്രമാണം പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ നീതീകരണം, ഈ കുറ്റമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ അവസ്ഥ ഫ്രീ ആയിട്ട് എടുക്കണം. കോടതിയിൽ ഒരു കേസിന് പോയാൽ കോടതിക്ക് ഫീസ് കെട്ടി വെക്കണം, വക്കീലിന് കാശ് കൊടുക്കണം, എല്ലാം ചിലവുണ്ട്, ഭയങ്കര ചിലവുണ്ട്. ഞങ്ങളുടെ വഴി പ്രശ്നം തന്നെ 6,00,000 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. അത്രയും ഞാൻ ഞെരുങ്ങാനിടയായി. ഭയങ്കരമായി പോയത്. ഞാൻ ഇനിയെങ്കിലും ആ വിഷയത്തിൽ ഗംഭീരണം കർത്താവ് തരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ എല്ലാ വഴി കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം അതോടെ തീർന്നു. അതിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. ഇത് തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും ഒരു കുന്തവും ഇല്ല, എന്തെങ്കിലും ആവട്ടെ. ഞാനിപ്പോൾ അത് നോക്കണം. ഇനിയിപ്പോൾ ജാഗാറായിരിക്കണം, ഞാനത് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. എൻ്റെ വിഷയവും കർത്താവിൻ്റെ വരവിൽ എനിക്ക് ഉയർപ്പ് കിട്ടുമോ, എനിക്ക് രൂപാന്തരം കിട്ടുമോ, അതാണ് ഞാൻ നോക്കുന്നത്. വേറെ ഒന്നും നോക്കുന്നില്ല. വേറെ നോക്കുന്നവരൊക്കെ മടയന്മാരും ബുദ്ധികെട്ടവരുമാണ്. ഒരു ദൈവപൈതൽ നോക്കേണ്ടത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗരാജ്യം പിടിച്ചെടുക്കുക. ഇന്ന് രാവിലെയും ചിന്ത വന്നു. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്തു, ബലാത്കാരികളെ പിടിച്ചടക്കുന്നു. സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അല്ല, നമ്മൾ പിടിച്ചെടുക്കുക. ദൈവവചന വ്യവസ്ഥ പാലിച്ച് ജീവിച്ച് നമ്മളത് പിടിച്ചെടുക്കുക, സ്വായത്തമാക്കുക.
മുത്ത് വ്യാപാരി വിലയേറിയ മുത്ത് കണ്ടെത്തിയാൽ എന്ത് ചെയ്തു? അവിടെ കണ്ടും കിടക്കട്ടെ. അല്ല, ഈ കയ്യിലുള്ള ചരക്ക് മുഴുവൻ പഴയ ചപ്പും ചവറും എല്ലാം വിറ്റു, പഴയ മുത്തെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു? വിലയേറിയ മുത്ത് ദൈവരാജ്യം അത് വാങ്ങി, അത് സ്വയത്തമാക്കി. അതുപോലെ നിലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്ത് ചെയ്തു? ഒരു നിധി കണ്ടെത്തിയാറെ മറച്ചിട്ട് ചെന്ന യജമാനോട് പറഞ്ഞ് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയലിൽ ഒളിച്ചു വെച്ച നിധി വാങ്ങി. ദൈവരാജ്യം, സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ശക്തമായ 2 പ്രബോധനങ്ങളാണ്. അത് ദൈവരാജ്യം എന്നുള്ള മെസ്സേജിൽ അത് ഞാൻ ശക്തമായിട്ടെടുത്ത് പറയുന്നുണ്ട്. അത് കേൾക്കാനുള്ളവർ അതിൽ കേട്ടുവിടുക. അപ്പോൾ ഈ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ആദ്യം ആ വ്യക്തി ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിക്കണം, തൊഴിലാൻ കിട്ടണമെന്ന്. ദ ഫസ്റ്റ് വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കണം. യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്കായി വായ് കൊണ്ട് ഏറ്റുപറയണം. അപ്പോഴാണ് നീതീകരണം കിട്ടുന്നത്. ആ കർത്താവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, കർത്തൃത്വം നടത്താനായിട്ട് ഞാൻ കർത്താവിനെ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നത്. സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് എന്ത് ചെയ്തത്? യേശുവിനോട് ചേരുന്നത്, യേശുവിനെ ധരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് കഴിയുമ്പോഴാണ് മകനും മകളുമായി തീരുന്നത്. ഞാനുള്ള വാക്ക് എടുത്തു തരാറ്. അത് ആർക്കും ഇതുവരെ വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാത്തൊരു വിഷയം പോലെ തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ ചിലർക്കൊക്കെ അത് ഗ്രഹിക്കാൻ കഴിയും തന്നെ. ഗലാത്യ ലേഖനം അതിൻ്റെ ഇതൊക്കെ വലിയ സബ്ജക്റ്റുകളാണ്, വലിയ സബ്ജക്റ്റാണ്. നമ്മളിതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ ആകെ കുഴഞ്ഞു പോകും. ആ വാക്യം കിടക്കുന്നത് 4-ാം അധ്യായത്തിലാണ്, ഗലാത്യർ 4. സ്തോത്രം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പോൾ ദൈവമക്കൾ ആർക്കാ? പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പ്രാപിച്ചവരാ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലും ദൈവഹിതത്താൽ അവകാശിയാവും. ഈ ഇടയ്ക്ക് അഭിഷേകം പ്രാപിക്കാത്ത വിമോസറിന് സൗരോട് ഞാൻ പറഞ്ഞു, ഇയാൾ സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. പന്തക്കോസ്ത് അങ്ങനെ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തിലെ കാര്യമൊക്കെ ശരിയാണ്. സങ്കീർത്തനം പാട്ടും പാടിക്കൊണ്ടിരുന്നാലും സ്വർഗത്ത് പോകത്തില്ല. അതിന് പുതിയ നിയമ ഉപദേശം പഠിക്കണം. റോമർ 8:11 വായിക്കാൻ പറഞ്ഞു. ക്രിസ്തുയേശുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ ഉയർപ്പിച്ചത് നിങ്ങൾ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൂടെ നിങ്ങളെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളവനാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്നവനാണ്. ഇല്ലാത്തവന് ഉയർപ്പില്ല, രൂപാന്തരവും ഇല്ല. ഇതൊന്നും ആരും തുറന്ന് പറയത്തില്ല. ഒന്നാമത് അറിയത്തില്ല, അറിയാവുന്നവരോട്ട് പറയത്തുമില്ല. നല്ല കാശുള്ള വിശ്വാസികളൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കാശ് കിട്ടില്ലെന്ന് വെച്ച് പറയും. എനിക്ക് പിന്നെ അങ്ങനെ നോട്ടമൊന്നുമില്ലല്ലോ. കാശും കൂശുമൊന്നുമല്ല നമ്മുടെ വിഷയം, സത്യം തുറന്ന് പറഞ്ഞാകുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഈ വിഷയം നന്നായിട്ട് മനസ്സിലാക്കണം. സ്തോത്രം. യേശുക്രിസ്തുവിലെ വിശ്വാസം മൂലം സൗജന്യം മാത്രമേ നീതീകരിക്കപ്പെടുന്നത്. ഞാൻ വായിക്കുന്നത് റോമർ 3:19 മുതൽ ഉള്ള വാക്യങ്ങളാണ്, 30 വരെയുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച് പഠിച്ചോണേ. അത് ഒരു 10-15 പ്രാവശ്യം പ്രാർത്ഥനയോടെ വായിക്കുമ്പോൾ ഏകദേശ രൂപം നമുക്ക് കിട്ടും. പിന്നെയും പ്രാർത്ഥിച്ച് ആ വേദഭാഗങ്ങൾ വായിച്ച് വരുമ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകും. യേശുക്രിസ്തുവിലെ വിശ്വാസം മൂലം സൗജന്യം മാത്രമേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അത് ലോകത്തിൻ്റെ മധ്യഭാഗത്ത് യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ലോകത്തുള്ള സകല മനുഷ്യർക്കും മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുക, നോക്കി രക്ഷപ്പെടാൻ. യേശുക്രിസ്തു വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് ദൈവബദലായി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ കർത്താവിനെ സ്വർഗത്തിലെ ദൈവം പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രക്തം മൂലം പ്രായശ്ചിത്തമായി ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം താൻ നീതിമാനും, ആരാ? പിതാവാൻ ദൈവം നീതിമാനും ഹല്ലേലൂയ, യേശുവിൽ വിശ്വസിക്കുന്നവനെ, 26-ാം വാക്യം റോമർ 3:26, യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? പരസ്യമായി നിർത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ മധ്യഭാഗമായ യെരുശലേമിൽ കർത്താവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രഖ്യാപനമാണ്, വിശ്വാസത്താൽ.
കർത്താവിനെ വിശ്വസിച്ച് ഏത് രാജ്യക്കാരനും ഗോത്രക്കാരനും ഭാഷക്കാരനും വംശക്കാരനും യേശുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ പിതാവാം ദൈവം അവനെ നീതീകരിക്കുന്നു. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. എന്താ നീതീകരണം? അവൻ്റെ കുറ്റമില്ലാത്തൊരു വ്യക്തിയായിട്ട് അവനെ പ്രഖ്യാപിക്കുക. അവൻ്റെ പാപക്കടങ്ങൾ മുഴുവൻ കർത്താവ് കൊടുത്തു. കാൽവരി ക്രൂശിലെ ബലിമരണത്തിലൂടെ അവൻ്റെ പാപക്കടത്തിന് ദൈവം പരിഹാരം വരുത്തി. ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് അവൻ്റെ പാപത്തിന് പരിഹാരം കൊടുത്തു. അങ്ങനെ ദൈവം അവനെ നീതീകരിക്കുന്നു, കുറ്റമില്ലാത്തവനായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ ഒരു പഠനം ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ 100 പ്രാവശ്യം പ്രസംഗിച്ച് കേട്ടുകൊണ്ടാണ് എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലായത്. അപ്പോൾ ഇത് ഈ നിലയിൽ ഒരു 100 പ്രാവശ്യം കേട്ടാലേ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ചുമ്മാ കിടന്ന് അതും ഇതും പറഞ്ഞിട്ടൊന്നും കഥയില്ല. ദൈവം നീതീകരിച്ചു എന്നും പറഞ്ഞ് കിടന്ന് ബഹളം വെച്ചുകൊണ്ടൊന്നും ഒരു കഥയില്ല. അതെങ്ങനെ നീതീകരിച്ചു എന്ന് വചനത്തിലൂടെ അത് വെളിപ്പെടുത്തി കൊടുക്കണം. വചനത്തിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ എടുത്ത് പ്രസംഗിച്ച് കേൾപ്പിക്കണം. അതിനാണ് വചനം പ്രസംഗിക്കുന്നത്. വചനം പ്രസംഗിക്കുക, സമയത്ത് അസമയത്ത് ഒരുങ്ങിയിരിക്കുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. കോട്ടിക്കളഞ്ഞും കൂട്ടുചേർത്തും മറിച്ച് കളഞ്ഞും പ്രസംഗിച്ചാൽ കാശുണ്ടാവും, വീട് കിട്ടും, കാറ് കിട്ടും, ലോറി കിട്ടും, എല്ലാം കിട്ടും. നിത്യജീവൻ കിട്ടത്തില്ലെന്നേ. നീ ചുമ്മാ പറയുന്നതല്ല, പോഷ്ക്ക് പറയുന്നതല്ല, സത്യം സത്യമായിട്ട് പറയുക. നീതീകരണം എന്നുള്ള സബ്ജക്റ്റ് എന്താണെന്ന് ബഹുമാനപ്പെട്ട പാസ്റ്റർമാരിൽ നല്ലൊരു ശതമാനവും വിശ്വാസികൾക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. ഞാൻ മനസ്സിലാക്കിയ സത്യമായി പറയുന്നത്. കാരണം നീതീകരണത്തെക്കുറിച്ച് ഓരോരുത്തർ പ്രസംഗിച്ച പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നീതീകരണം പ്രസംഗിക്കുമ്പോൾ റോമർ 3:19 മുതൽ സ്തോത്രം 30 വരെയുള്ള വാക്യം, 3:19 മുതൽ 30 വരെയുള്ള വാക്യം പ്രസംഗിച്ചിരിക്കണം. കാരണം നീതീകരണത്തിൻ്റെ വിശദം അവിടെ കിടക്കുന്നത്. നീതീകരണം പ്രസംഗിക്കുന്നവരാരും ഇങ്ങോട്ട് പോയിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഒരൊറ്റ വ്യക്തി പോലും ഈ ഭാഗം പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ട് നിങ്ങളുടെ 94-കാരനായ വയസ്സൻ അപ്പച്ചൻ. പുള്ളി ഇത് പ്രസംഗിച്ചപ്പോഴാണ് എനിക്കിത് തലയിലോട്ട് കയറിയത്. അന്ന് മുതൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു. മനസ്സിലായില്ലേ? ഒരു വലിയ നോട്ട്സ് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നീതീകരണത്തെക്കുറിച്ച്. അപ്പോസ്തലന്മാർ പറയുന്ന, കർത്താവ് പറയുന്ന പല ഭാഗങ്ങളിലുള്ള വിഷയങ്ങളെല്ലാം എടുത്ത് ക്രോഡ് ചെയ്ത് ഇപ്പം എല്ലാം കൂടി പറയാൻ നമുക്ക് പറ്റില്ലല്ലോ, മുമ്പിൽ സമയമില്ലല്ലോ. അതുകൊണ്ട് ഷോർട്ടായിട്ട് ഞാൻ പറയാം. റോമർ 3:19 മുതൽ 30 വാക്യം നന്നായിട്ട് ഒരു 100 പ്രാവശ്യം, പാസ്റ്റർമാർ 1000 പ്രാവശ്യം വായിച്ചു പിടിക്കണം. എന്നാലും ഇവരുടെ തലയിലോട്ട് ഇത് കയറത്തില്ല. പൗലോസ് പറഞ്ഞ പോലെ ശുദ്രം ചെയ്ത് മയക്കി ഇട്ടിരിക്കുക ഈ അന്യതാപദേശക്കാർ, ദുരുപദേശങ്ങൾ പ്രസംഗിച്ച് ഇത് കേട്ട് ഇവരുടെ തലമണ്ട മുഴുവൻ ന്യായപ്രമാണവും, പിന്നെന്താ ന്യായപ്രമാണ തൽപരരാണ് അവർ. സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ സഭായം ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരാണ്. സഭായത്തിന് സങ്കീർത്തനം വായിക്കണ്ട, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലെന്ന് പറയുന്ന 150 സങ്കീർത്തനം അല്ല. ആദ്യം മനസ്സിലാക്കണം. എന്ന് 109 സങ്കീർത്തനം ഇവരെങ്ങനെ വായിക്കും? 55 സങ്കീർത്തനം ഇവരെങ്ങനെ വായിക്കും? പല സങ്കീർത്തനങ്ങളും കിടപ്പുണ്ട്. അതൊക്കെ എങ്ങനെ വായിക്കും? വായിക്കാൻ പറ്റില്ല. കാരണം അത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള നിയമം നിലനിൽക്കുന്ന കാലത്ത് രചിക്കപ്പെട്ടതാണ്. അതിൻ്റെ രീതി അങ്ങനെയാണ് പോകുന്നത്. മത്തായി 5 കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങൾ പറയുന്നു. മോശയുടെ പ്രമാണത്തിൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന പ്രമാണത്തിൽ ഞാനോ നിങ്ങൾ പറയുന്നു. 6-7 പ്രാവശ്യം കർത്താവ് എന്താ പറഞ്ഞ്? കർത്താവ് പറഞ്ഞ് അതിനെ തിരുത്തുക. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യർ ഇന്ന് ലോകത്തുണ്ടെന്ന് പറയുമ്പോൾ ഇതൊരു ആത്മീയ വിഷയമാണ്. ഇത് ഗ്രഹിക്കാനായിട്ട് പിശാച് സമ്മതിക്കില്ല. ഇത് ഗ്രഹിച്ച് മനസ്സിലാക്കി പ്രസംഗിക്കാൻ സാത്താൻ സമ്മതിക്കത്തില്ല. ജനം രക്ഷപ്പെട്ടു പോകും. ഇത് പോരാട്ടത്തിൻ്റെ നടുവിലാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. പുഷ്പശയ്യ കിടന്നുകൊണ്ടല്ല ഈ അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത്. വലിയ പോരാട്ടത്തിൻ്റെ നടുവിലാണ് പ്രസംഗിക്കുന്നത്. വിവിധ നിലയിലുള്ള പോരാട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇത് ഞങ്ങളുടെ അവകാശമാണ്. കഷ്ടത ഞങ്ങളുടെ അവകാശം, വിശുദ്ധന്മാരുടെ അവകാശമാണ്. അത് അനുഭവിക്കുക. കഷ്ടത സഹിഷ്ണുതയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്ന കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്ന് അവർ പറഞ്ഞു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. കഷ്ടത വേണ്ടെന്ന് പറയുന്ന ഒരെണ്ണം സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണത്തില്ല. ഇവിടെ അവർക്ക് സ്വർഗം അവർ സൃഷ്ടിച്ചെടുക്കുക ചെയ്തത്. കഷ്ടത വേണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ സ്വർഗമായി കിട്ടും. സാത്താൻ സ്വർഗമാക്കി കൊടുക്കും. അതോടെ തീർന്ന് ഇവരുടെ ഉപദേശം കേൾക്കുന്നവരെല്ലാം കൂട്ടനരകത്തിലോട്ട് പോകും. ഒന്നിച്ചല്ല, എല്ലാവരും തനിത്തനിയല്ല, ഒന്നിച്ചെല്ലാം കൂടി കൂട്ടത. കാരണം ദുരുപദേശമല്ലേ കേൾക്കുന്നത്. കഷ്ടതയിലൂടെ തെളിഞ്ഞു വരുന്നത്. സ്തോത്രം. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് ചെയ്യാൻ കഷ്ടത ദൈവം വെച്ചിരിക്കുക. പുത്രനെ വെച്ചേക്കുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അതാ പൗലോസ് പഠിപ്പിക്കുന്നത്.
എബ്രാഹിം ലേഖനം 2-ാം അധ്യായത്തിൽ പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളെ അനുസരണം പിടിച്ച് തികഞ്ഞു. ദൈവപുത്രൻ കഷ്ടതയിലൂടെ അനുസരണം പിടിച്ച് തികഞ്ഞു നമുക്ക് വേണ്ടേ? നമ്മളതിനെ ശാസിക്കുന്നു. എന്തൊക്കെ ചെയ്യുന്നു ഈ വിവരദോഷികളായ ഉപദേശിമാർ? ഈ കൊച്ചു പിള്ളേരാണെന്ന് ഈ വചനം പഠിപ്പിക്കാത്തതുകൊണ്ട് വന്നേക്കുന്ന സംഭവമാണ്. വചനം അറിയത്തില്ല, വചനം പഠിക്കണം. എനിക്കതിനുള്ള മഹാഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഗൾഫിൽ നിന്ന് ജോലിയും കളഞ്ഞ് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ വക്കും വടക്കം നടന്ന് നടന്ന് കുറേ ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് അവസാനം കർത്താവ് കൊണ്ടുവന്ന് വചനം പഠിപ്പിക്കുന്ന വികാസന്മാരെടുക്കാൻ കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് അവിടെ കിടന്ന് പട്ടിണി കിടന്ന ഈ പഠിച്ച് 3 നേരം മൂക്കുമുട്ട തിന്നുകൊണ്ടൊന്നുമല്ല, മനസ്സിലാണ്. വിശന്ന് പൊരിഞ്ഞിരുന്നൊക്കെ പഠിച്ച കാര്യങ്ങളായി ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ഈ ഭാഗം ഞാൻ ഒന്നുകൂടി വായിക്കാതെ, യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, കണ്ടോ, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക, തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ ദൈവം മനുഷ്യനെ നീതീകരിക്കുന്നുവെന്ന് കാണിക്കാനാണ് യേശു ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ് നീതീകരണം. അതാ 26-ാമത്തെ വാക്യം. യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും. ആരാ നീതീകരിക്കുന്നത്? പിതാവാ. ആരിൽ വിശ്വസിക്കുന്നവനെ? യേശുവിൽ വിശ്വസിക്കുന്നവനെ. യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാനാണ് അങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നത്. മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് സുവിശേഷത്തിൽ കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുള്ളത്. അപ്പോൾ പുത്രനെ നിർത്തി. ഇതാർക്ക്? ഏത് ജാതിക്കാരനും രാജ്യക്കാരനും പോഷക്കാരനും വംശക്കാരനും ഏത് കാറ്റഗറിയിൽപ്പെട്ട ഏത് മനുഷ്യവർഗത്തിൽപ്പെട്ട ഏത് മനുഷ്യനും ക്രിസ്തുവിലേക്ക് നോക്കി വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് കർത്താവിനെ ഹൃദയത്തിൽ കർത്താവായിട്ട് സ്വീകരിച്ച് കർത്തൃത്വം നടത്താൻ ഏൽപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ അവനൊരു ദൈവമകനായി മാറും. ഈ ഉപദേശത്തെ സാത്താൻ മറിച്ചിട്ടിരിക്കുക. ഒരു 3-4 പാർഷന്മാരിരുന്നുകൊണ്ട് പ്രസംഗിക്കുക, ആര് സ്വർഗത്തിൽ പോകും? അപ്പോൾ ഓരോരുത്തരിങ്ങനെ ഓരോ കമൻറ്റ് കൊടുക്കുക. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ അടുപ്പ് കൂട്ടി ചർച്ചയുണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അടുപ്പ് കൂട്ടി ചർച്ച, യുദ്ധം നടന്നാൽ, ഇലക്ഷൻ നടന്നാൽ, ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന അടിയെക്കുറിച്ച് അടുപ്പ് കൂട്ടി ചർച്ച, ഓരോരുത്തർ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുക. ഇത് കേട്ട് ആൾക്കാർ ദേഷ്യപ്പെടുക, വഴക്കുണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോടാ പട്ടി പൂച്ച എന്നൊക്കെ വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? കേട്ടോണ്ടിരിക്കുക നമ്മൾ. അതുപോലെ 3 പാർഷന്മാരിൽ നിന്ന് പറയുക, ആര് സ്വർഗത്ത് പോകും? സ്വർഗത്ത് പോകാൻ രക്ഷിക്കപ്പെടണം. ശരി, രക്ഷിക്കപ്പെട്ടാലും പറ്റത്തില്ല, സ്വർഗത്ത് സ്ഥാനപ്പെടണം. ശരി, സ്നാനം കൊണ്ട് നിർത്തി അവരെ. ഞാനതിരെ ക്ലിപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെതിരെ സ്നാനം കൊണ്ട് നിർത്തി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സ്വർഗത്ത് പോകാനുള്ള ക്വാളിറ്റി ആയി? ഇല്ല, ഇല്ല, ഇല്ല. അവിടെയാണ് റോമർ 8:11 ഞാൻ വായിച്ചു കൊടുത്തു. ഇന്നലെ വിമോസ് എന്നുള്ള സഹോദരന് വായിച്ചു കൊടുത്തു. പുള്ളി പേടിച്ചിരിക്കുക. ഇപ്പോൾ എന്ത് ചെയ്യാനാ? പേടിച്ചിട്ട് എന്താ കാര്യം? 8:31 യേശുവിനെയും മരിച്ചവനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും ജീവിപ്പിക്കും. 8:11 2 പ്രാവശ്യം വായിച്ചാൽ മതി, മനസ്സിലാവും. ദൈവാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെ ദൈവപിതാവ് ഉയർപ്പിച്ചെടുക്കും. ഇല്ലെങ്കിൽ ഇല്ല. ആത്മാവില്ല, അന്യഭാഷ നിന്ന് പോയി, പരിശുദ്ധാത്മാവ് പോയി എന്നൊക്കെ പറയും. അതിനെ കാരണം ഇന്നത്തെ പന്തക്കോസുകാർ, ഈ വിവരദോഷികളായിട്ടുള്ള പന്തക്കോസുകാർ, ഉപദേശം പറഞ്ഞുകൂടാത്തവർ ഈ ആത്മാവെന്നുള്ള വിഷയത്തെ വികലമായി പഠിപ്പിക്കുക. അന്യഭാഷ കിടന്ന് ബഹളം വെച്ച് ഞാൻ സാധാരണ പറയുന്നത്, അന്യഭാഷ സംസാരിക്കുന്നവന് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ ഫലം ഉണ്ടാകണം. ഇല്ലെങ്കിൽ നീ മിണ്ടാതിരുന്നുണ്ടോ അവിടെ. ആത്മാവിൻ്റെ ഫലം എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാപരം, ഫലം, വിശ്വാസം, എന്തിനു ചെയ്യണം? ഈ ആത്മഫലങ്ങൾ ഇല്ലാത്തവന് എന്താത്മാവാണ് ഉള്ളത്? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവിന് ഫലമുണ്ട്, ആത്മാവിൻ്റെ പ്രവൃത്തികളുണ്ട്. പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഉപദേശങ്ങൾ, അങ്ങോട്ടൊന്നും പോകുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ പറയും, എങ്ങനെയൊക്കെയാണ്? പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ് വരുമ്പോൾ സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് ബോധം വരുത്തും. ആർക്കാ ബോധമുള്ളത്? ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർക്ക് ബോധമുണ്ടോ? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് അവിടെ പറയുന്ന ഉപദേശം കേട്ടപ്പോൾ ഇവരൊക്കെ ഇത്ര ശൈശവാവസ്ഥയിൽ കിടക്കുന്ന പാസ്റ്റർമാരെന്ന് ഓർത്ത് സങ്കടപ്പെടാനിടയായി. ദേഷ്യമല്ല പറയില്ല, സങ്കടം വന്നുപോയി. കരയുക അവർക്ക് വേണ്ടി കിടന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് എഴുതി വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്ന് എഴുതി വെച്ചാൽ അത് പഠിപ്പിക്കേണ്ട, ഉപദേശം പറയണ്ടേ? ഉപദേശം കിടപ്പുണ്ടെന്ന്. പുതിയ നിയമ റോമാലേഖനം മുതൽ പല ലേഖനങ്ങളിലും ശക്തമായി കിടക്കുന്ന ഒരു ഉപദേശമാണ് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ ശരീരം സഭ എന്നുള്ളത്. തല ക്രിസ്തുവാണെങ്കിൽ ശരീരം സഭ.
ആ സഭ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ അവസ്ഥയായിരിക്കണം? തലയാലെന്നുള്ള ഉപദേശം കേട്ട് സ്വീകരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ ദിവ്യ സ്വഭാവം ഏറ്റെടുക്കണം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവമുള്ളവരായി. 3 കാര്യങ്ങൾ: ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം. ഈ ഉപദേശം പഠിച്ച് അവസ്ഥയിലേക്ക് വരണം. സാമ്പാസ് വന്നില്ലെങ്കിൽ സാമ്പാസ് നരകത്തില്ല. എന്താ സംശയം? എന്താ ഇതിനത്ര? അതുകൊണ്ട് ഇത് പേടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ ഞാൻ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവേ കൃപ തരണേ, കർത്താവേ കൃപ തരണേ. ഇത് പറഞ്ഞിട്ട് എനിക്ക് തെറ്റിപ്പോകാൻ വേണമെങ്കിൽ നാശത്തിലേക്ക്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഇത് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കാൻ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അതാ ഉപവാസം. ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. നാശത്തിൽ പോകാതിരിക്കാൻ അത് ഉപവാസം. കാറിന് വേണ്ടി, വീടിന് വേണ്ടി, ലോറിക്ക് വേണ്ടി, വണ്ടിക്ക് വേണ്ടി, ഗിണ്ടിക്ക് വേണ്ടിയൊക്കെ ഉപവസിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? അങ്ങനെ ഉപവസിക്കാൻ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരല്ലേ? എനിക്കറിയാം ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഏത് വിഷയമാണ് നിങ്ങൾക്ക് നടത്തി തരേണ്ടത് കർത്താവ്? ഇന്ന വിഷയം. 3 ദിവസം കയറി ഇരിക്കുക, ഉടനെ കിട്ടും. സാത്താൻ കൊടുക്കും, ഉടനെ സാത്താൻ കൊടുക്കുമെന്ന്. അതല്ലേ പറഞ്ഞ് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യം, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. കർത്താവ് എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളെ അറിയിട്ടില്ല. മറ്റവൻ കയറി പ്രവർത്തിക്കുന്നുണ്ട് ഈ ആത്മീയ കുളത്തിൽ. ഇതാരും അറിയുന്നില്ല. ദൈവവചന പരിജ്ഞാനമുള്ള, വിവേകമുള്ള, ആത്മാവുള്ള, നടത്തിപ്പുള്ള, സ്വഭാവമുള്ളവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവർക്ക് അത്ഭുതങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. 500-600 പേര് കർത്താവിൻ്റെ പുറകെ പോയില്ലേ അത്ഭുതത്തിന് വേണ്ടി? തിന്നാനായി, കുടിക്കാനായി. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി തിന്നാം, അതിനും കിട്ടും. വീട്ടിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ കൊണ്ടുവന്ന് സൗഖ്യം കൊടുക്കും, ഇതെല്ലാം കൊടുക്കും. ഉപദേശം കഠിനമാക്കിയപ്പോൾ എന്ത് ചെയ്തു? അയ്യോ ഇത് കഠിന വാക്ക്, ഞങ്ങൾക്ക് വേണ്ട പുറപ്പെട്ടു പോയി. പോകാത്തവരാരാ? 12 പേര്. ആ ഗ്രൂപ്പാണ് നമ്മൾ. ആ ശിഷ്യന്മാരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. മേക്ക് ഡിസൈപ്പിൾ എന്നാ കർത്താവോട് പറഞ്ഞു, പോയി ശിഷ്യനാക്കുക. ആ ശിഷ്യന്മാരുടെ ഗ്രൂപ്പിൽ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അല്ല, മോശമല്ല. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ ഒരാൾ പോയാൽ അവൻ നാശത്തിലേക്ക് പോകത്തുള്ളൂ. എനിക്കിതേ പറയാനുള്ളൂ. ഇതേ പ്രവൃത്തി പുസ്തകത്തിൽ നീതീകരണത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗം ഞാൻ വായിച്ചിട്ട് വാസ്തവത്തിൽ ഞാനെങ്കിലും വല്ലാതെ ആയിപ്പോയി. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം, 13-39, അതുകൂടി വായിച്ച് ഞാൻ നിർത്തുക. സമയം ഒത്തിരി പോയി. 1/2 മണി തൊട്ട് കഴിഞ്ഞാൽ സമയം പോകുമെന്നുള്ളത് എനിക്കറിയാം. ആകയാൽ സഹോദരന്മാരെ, അവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ, യേശുക്രിസ്തുവിനാൽ, അതാ ഇവിടെ ഇരിക്കുന്നത്, ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഈ വചനം കേട്ടുന്ന എല്ലാവരും അറിഞ്ഞുകൊള്ളണം. യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ ആ നീതീകരണം. എന്താ നീതീകരണം? കുറ്റമില്ലാത്തവനായിട്ട് പ്രഖ്യാപിക്കുക. അതാമേ പാപനിമിത്തം മരണത്തിൽ വിധിക്കപ്പെട്ട ഒരു വ്യക്തി യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ പിതാവാം ദൈവം അവനെ നീതീകരിക്കുന്നു. ജസ്റ്റിഫിക്കേഷൻ. അതാ റോമാലേഖനം പഠിപ്പിക്കുന്നത്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഈ 3 പഠനങ്ങൾ റോമാലേഖനത്തിലുണ്ട്. ഇത് 3 അടുക്കായിട്ടെടുത്ത് പ്രസംഗിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ല. എനിക്കറിയത്തില്ല സാർ. സ്തോത്രം. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ; വിശുദ്ധീകരണം, സാന്റിഫിക്കേഷൻ; തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ. ഈ 3 മേഖല നന്നായിട്ട് മനസ്സിലാക്കാതെ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിതാവാം ദൈവം നീതീകരിച്ചു, അതാണ് ആദ്യത്തെ പടി. ആ നീതീകരണം പെട്ടെന്ന് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ്? ഇനി അതുകൂടി ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞേക്കാം. റോമർ 6:19 നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അതൊന്ന് വായിക്കാം ഞാൻ. സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലിയിൽ നിമിത്തം മാനുഷിക തീരുമാനം പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എല്ലാം എന്ത് ചെയ്തു? പാപം ചെയ്യാൻ സമർപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യേശുവിനെ ധരിച്ചു, യേശുവിനോട് ചേരാൻ സ്നാനം പെറ്റ് നിങ്ങൾ യേശുവിനെ ധരിച്ചിരിക്കുന്നു, യേശുവിനോട് ചേർന്നു എന്ന വേദപുസ്തകം, പുതിയ നിയമം. ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും കൂടി പഠിക്കുമ്പോഴാണ് യേശുവിനെ ചേർന്നു, യേശുവിനെ ധരിച്ചു എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ യേശുവിനെ ധരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ, നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച്, അതായത് നീതി എന്നുള്ള അറിയത്തില്ലായിരുന്നു, സ്വതന്ത്രരായിരുന്നുവല്ലോ. അന്ന് നിങ്ങൾക്ക് എന്തോന്ന് ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്നെ. അപ്പോൾ പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ ഈക്വൽ ടു മരണം, ആത്മമരണം. അങ്ങനെ പഠിക്കണം. അതവിടെ പറയുന്നത്. ലജ്ജ തോന്നുന്നത് തന്നെ. എന്നാൽ നിങ്ങൾ സ്തോത്രം, അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച്
ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താ? വിശുദ്ധീകരണം. അപ്പം നീതീകരണം വിശ്വാസത്താൽ പ്രാപിച്ച ആദ്യത്തെ പടിയിലെ നീതീകരണം പ്രാപിച്ച വ്യക്തി പിന്നെ എന്ത് ചെയ്യണം? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അതിന് ഞാൻ പറയുന്നത് ഒരു ഇക്കിട്ടത്തോളം നമ്മൾ മരിക്കുമല്ല, ആ ഇക്കിട്ടം മരിക്കുന്നവരെയും നീതി ചെയ്തുകൊണ്ടിരിക്കണം, അതിനനുസരിച്ചുകൊണ്ടിരിക്കണം. സമൂഹ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, നമ്മുടെ ഉപദേശം, അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശം എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും ഉപദേശം അനുസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം കിട്ടും, ആർക്കും കാണാൻ പറ്റത്തില്ല: വിശുദ്ധീകരണം. നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം കിട്ടും. നീതി ചെയ്യുക, വചനമനുസരിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുക നമുക്ക് ഉചിതമെന്ന് കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്യം ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവകൽപ്പന അനുസരിക്കുന്നതാണ് നീതി ചെയ്യുക. അങ്ങനെ നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? വിശുദ്ധീകരണം കിട്ടും. പാപം ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ മരണം. നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം ഈക്വൽ ടു നിത്യജീവൻ. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകാതെ ഈ ലോകത്തു നിന്ന് പോയാൽ എനിക്കറിയില്ല എവിടെ ചെന്ന് അവസാനിക്കും. ഞാനിത് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ഞാൻ വിലപിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ, ഈ സത്യം ആത്മീയ കോളത്തിൽ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ വിലപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ ക്ലിപ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോവുക. നീതീകരണം എന്ന സബ്ജക്റ്റിനെ കുറിച്ചൊരു പഠനം എന്ന നിലയിൽ ഈ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ സന്ദേശം ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. കാരണം ഇത്ര കൃത്യമായിട്ട്, ഇത് മാത്രമല്ല, ഇനി 100 വാക്യങ്ങൾ കിടപ്പുണ്ട്. അതൊരു ക്ലാസ് പോലെ വരുന്ന സമയത്ത് 1-2 ഒരു സെമിനാർ പോലെ 3 ദിവസത്തെ ഒരു സെമിനാറിൽ പഠിപ്പിക്കാനുള്ളൊരു വിഷയമാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. കാരണം അങ്ങനെയാണ് ഇത് എൻ്റെ ഹൃദയത്തിൽ വീണ് കിടക്കുന്നത്. അപ്പോൾ ദൈവം നീതീകരിച്ചൊരു വ്യക്തി എന്ത് ചെയ്യണം? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണമെന്ന് റോമർ 6:19 പഠിപ്പിക്കുന്നു. അങ്ങനെ നീതീകരണം വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ അവസാനം നിത്യജീവനിലേക്ക് ചെന്നെത്തും. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവൻ. നിത്യജീവൻ കൃപാവരമായിട്ട് ഫ്രീ ആയിട്ട് തരുന്നതാണ്. പക്ഷേ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നീതി ചെയ്തുകൊണ്ടിരിക്കണം, വചനം അനുസരിച്ചുകൊണ്ടിരിക്കണം, അപ്പോസ്തലരുടെ സഭയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണം, ശുദ്ധീകരണത്തിലുള്ള വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഉപദേശം സഭയിൽ പ്രസംഗിച്ചുകൊണ്ട് സങ്കീർത്തനം പാടിക്കൊണ്ടിരുന്നാൽ നടക്കില്ലെന്നായി പറയണേ. ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. എന്ത് ചെയ്യാനാ? പറയാനേ എനിക്ക് പറ്റുള്ളൂ. ഗ്രഹിക്കാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ല എനിക്കൊന്നും പറയാനില്ല. മനസ്സ് വെച്ച് പ്രാർത്ഥിച്ചാൽ ഇത് വെളിപ്പെടുത്തി തരും. നീണ്ട 25 വർഷം ഒരു പെന്തക്കോസ്തലനായി പാട്ടും പാടി തുള്ളിച്ചാണ്ട് നടന്ന എനിക്കിതൊന്നും മനസ്സിലായില്ല. അതിനുശേഷം പിതാക്കന്മാരിൽ നിന്ന് വചനം പഠിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പോൾ പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ച് നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ശുദ്ധീകരണം. പാപം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലജ്ജ. പാപം ചെയ്തുകൊണ്ടിരുന്ന പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ ആത്മമരണം. നീതി ചെയ്തുകൊണ്ടിരുന്നാൽ പ്ലസ് നീതീകരണം, പ്ലസ് നീതീകരണം പ്ലസ് നീതീകരണം, അപ്പോൾ വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കും. നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം, അതിൻ്റെ അന്തം നിത്യജീവൻ. ചുമ്മാ ഒന്ന് സ്വർഗത്താരും പോകത്തില്ല. വെറുതെ വ്യാമോഹങ്ങൾ വെച്ച് നമ്മൾ വെറുതെ ഭണ്ഡാരണം പറഞ്ഞ പോലെ വല്ലവരും വല്ലയിടത്തും പറയുന്നത് കേട്ട് നമ്മൾ തുള്ളിച്ചാടി നടക്കരുത്. സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്ന ഒന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പോകരുത്. പോയി കഴിഞ്ഞാൽ നാശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മനസ്സിലാക്കുക. ഒരു പാറ്റ കയറി വന്നു, അതോടെ ഞാൻ അതിനെ ഓടിച്ച്. അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാത്സല്യ ദൈവമക്കളെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക, മുൻവിധി കൂടാതെ കേൾക്കുക. നീതീകരണത്തെക്കുറിച്ച് ഇനി ഒത്തിരി എനിക്ക് പറയാനുണ്ടെങ്കിലും ഒരു ഏകദേശ അറിവ് കിട്ടാൻ വേണ്ടി മാത്രമാണ് സംക്ഷിപ്ത രൂപമായിട്ട് അപ്പോൾ തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞു, 13 മിനിറ്റായി. ഇത് കേൾക്കുക, മുൻവിധി കൂടാതെ കേൾക്കുക, ദൈവത്തോർത്ത് കേൾക്കുക. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കുക. മറ്റേ 13-ാം അധ്യായം പ്രവൃത്തിയിൽ വായിച്ച വാക്യം കൂടി വായിക്കുക. ഒത്തിരി വാക്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് വേറൊരു 1-2 എപ്പിസോഡ് ചെയ്യാനായിട്ട് ഹൃദയത്തിൽ താല്പര്യമുണ്ട്. കർത്താവ് സഹായിക്കുന്നെങ്കിൽ അത് ചെയ്യാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.